ആദിവാസിക്കിന്നും ആകാശദർശനം വർണ്ണ്യത്തിന്റെ കായം വകച്ചൊല്ലി ആത്മവിശ്വാസമാക്കി മാറ്റിയെത്തിക്കൊണ്ട് ചരിത്രം ശക്തിക്കാൻ തീരുമാനിച്ചുറച്ച ധീരന്മാരുടെ പ്രണനിലയിലാണ് ചരിത്രമുറകൊണ്ട് കോഴിക്കോടിന്റെ നഗരത്തെ അകമ്പരം പൊളിച്ചുകൊണ്ട് കടന്നു വരികയായി പ്രിയപ്പെട്ടവരെ. നമ്മുടെ രാഷ്ട്രീയ പോലീസ് ഭരണ നേതൃത്വങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ജീവിക്കാൻ അവകാശങ്ങൾ നേടിയെടുക്കാൻ സ്വന്തം ജീവൻ പറിച്ചു നൽകി നാട് കാത്തൊരു സമുദായം ഇന്നീ നാട്ടിൽ അന്യന്മാരോ ഇന്നീ നാട്ടിൽ അഗ്നി ഉതിർക്കും കല്ലുകളാൽ അബാബിൽ പക്ഷികൾ വരവായി സത്യം നിത്യം പിടിച്ചു നിൽക്കും സ്നേഹം നെഞ്ചിലെത്തിയ രാജ്യസ്നേഹം ഞങ്ങൾക്ക് അന്തിമ വിജയം ഞങ്ങൾക്ക്. പോപ്പുലർ ഫ്രണ്ട് ആർക്കാണിവിടെ ഭയപ്പാട്? നിയമവാഴ്ച അംഗീകരിക്കുന്ന ഒരു നയമാണ്. അതുകൊണ്ട് തന്നെ ജനാധിപത്യ വിരുദ്ധമായി തോർത്ത് നൽകാൻ കഴിഞ്ഞേക്കും. അതിനപ്പുറം ഒന്നും ഞങ്ങളുടെ ഒരു നേരിയ രോമകൂപത്തിൽ നിന്ന് ഒരു വീർപ്പ് പിടിക്കാൻ പോലും ഈ വിദേശ ശക്തികൾക്കെതിരെ ബഹുമാന്യരായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ദേശീയ സമിതി അംഗങ്ങൾ OMS സലാം, ഹാമിദ് മുഹമ്മദ്, പകരം അവര് അമേരിക്കയിൽ ലിബർട്ടി പാർക്ക് പ്രഖ്യാപിച്ചിട്ട് ഊണുറക്കൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുക. അമേരിക്കക്കാരൻ്റെ ചെലവ് കൂടിക്കൊണ്ടിരിക്കുക. ഗ്രൗണ്ട് സീറോ അവിടെയാണല്ലോ ഈ ആക്രമണം നടന്നതിൻ്റെ സ്മാരകം. ആ സ്മാരകത്തിന് പോലീസ്, പട്ടാളക്കാവല്, രഹസ്യ പോലീസ്, അതിന് പൈസ. 11 രാജ്യങ്ങളിൽ ചാരപ്പണി എടുക്കണം. 11 രാജ്യം ഞങ്ങളെ കയ്യിലാണെന്നാണ് പറയുന്നത്. ഈ 11 രാജ്യങ്ങളിലും MK മുനീറിനെ പോലെയും KM ഷാജിയെ പോലെയുള്ള ആൾക്കാരെ കൊണ്ടുപോയി വെക്കണം ചാരപ്പണി എടുക്കാൻ. ഈ 11 രാജ്യങ്ങളിലും മുനീറും ഷാജിയൊക്കെ പണിയെടുത്തോണ്ടിരിക്കുന്നുണ്ട് അമേരിക്കക്ക് വേണ്ടിയിട്ട്. ക്രൂയിസ് മിസൈല്, നാപ്പാം ബോംബ്, ഡെയ്സി കട്ടർ, കൊന്ത, കുരിശ്, ബൈബിള് ഇതൊക്കെ പാക്കറ്റ് ചെയ്തിട്ട് വേണം അയക്കാൻ ഓരോ രാജ്യത്തേക്കും. പട്ടാളക്കാർ പോകുമ്പോൾ അതിനൊക്കെ പൈസൻ്റെ ചിലവാ. മുഖം മൂടി പണച്ചട്ട കണ്ണ് മാത്രം കാണുന്ന ഒരു സാധനം വെച്ചിട്ടാണല്ലോ പോവുക, അതിനും ചിലവ്. വിമാനത്താവളത്തിന് സെക്യൂരിറ്റി. വിമാനത്തിലേക്കൊന്നും അങ്ങനെ ഓടിക്കയറാൻ പറ്റൂല. ആദ്യം എക്സ്റേ മെഷീൻ, സ്കാനിങ് മെഷീനിലൊക്കെ പോകണം ഓരോ അമേരിക്ക പട്ടാളക്കാരനും. ഓരോ വിമാനത്താവളത്തിൽ എക്സ്റേ മെഷീനാ, അതിലൂടെ കയറിയാലേ പട്ടാളത്തിൻ്റെ വിമാനത്തിൽ കയറാൻ പറ്റുള്ളൂ. വിമാനത്തിൽ കയറുമ്പോൾ വേറൊരു സ്കാനിങ് മെഷീൻ, ഇതിനൊക്കെ ചിലവാ. ഇപ്പുറത്തോ നിരീക്ഷണ ക്യാമറകളെ നാട് മുഴുവൻ. വിമാനത്താവളത്തിൽ നിരീക്ഷണം, ബസ് സ്റ്റാൻഡിൽ നിരീക്ഷ, പിന്നെ ടാക്സി സ്റ്റാൻഡിൽ നിരീക്ഷണ ക്യാമറ, ലൈബ്രറിയിൽ നിന്ന് ഏതൊക്കെ പുസ്തകം എടുക്കണ്, ആരൊക്കെ വായിക്കണ്, എല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. മറ്റോന്ന് പറഞ്ഞാൽ നമ്മളെ താലിബാൻ അല്ലെങ്കിൽ അൽഖ്വയ്ദ, ഇവരെ കുറേ പേരിട്ട് വിളിക്കണ്ടല്ലോ. എന്തോ ആയിക്കോട്ടെ, അമേരിക്കക്കെതിരായ മനുഷ്യന്മാർ. പഴയ എൻഫീൽഡ് തോക്കും, നമ്മൾ തോട്ടുന്ന് മീനിനെ പിടിക്കണ തോട്ടയും ഇതുമായിട്ട് ഇങ്ങനെ നടന്നാൽ മതി. അമേരിക്ക എങ്ങനെ ക്രൂയിസ് മിസൈല്, അല്ലാത്ത മിസൈല്, ക്യാമറ, മറ്റേ ബൈനോക്കുലർ സംവിധാനങ്ങൾ, ഇവൻ ഈ തോട്ട പൊട്ടിച്ചാൽ മതി. അമേരിക്കക്കാരന് മുട്ട് വിറയ്ക്കുന്നുണ്ട്. ആ തോട്ട പൊട്ടിക്കുന്ന ലോകത്തിലെ അമേരിക്കൻ വിരുദ്ധ രാജ്യങ്ങളുണ്ടല്ലോ, നിങ്ങൾ എന്തൊക്കെ പേര് വിട്ട് വിളിച്ചാലും ആ അമേരിക്കൻ വിരുദ്ധ രാജ്യങ്ങളുടെ കൂടെയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കാൻ.
അതിന് നിങ്ങൾ നാപ്പാം ബോംബുകളാണ് വർഷിക്കുന്നതെങ്കിൽ അന്ധനായ മുല്ല ഉമർ ഉണ്ടല്ലോ, തോറബോറ മലനിരയിലേക്ക് പടികടന്നു പോയ മുല്ല ഉമർ, അതല്ലെങ്കിൽ നിങ്ങൾ കൊന്നുകളഞ്ഞ ഉസാമ ബിൻ ലാദൻ, അതല്ലെങ്കിൽ ഡോക്ടറായിക്കൊണ്ട് സേവനം ചെയ്താൽ കോടികൾ രേഖാമായിരുന്ന അൽ സവാഹിരിയെ പോലെയുള്ള ആളുകൾ, അതല്ലെങ്കിൽ കോടികൾ കയ്യിലുണ്ടായിരുന്ന ലാദൻ, ഇവരൊക്കെ നിങ്ങൾ ഈ രീതിയിൽ രാജ്യത്തിന് അമേരിക്കക്കെതിരായിട്ട് പൊരുതാൻ പ്രേരിപ്പിക്കുന്നുണ്ട് എങ്കിൽ അവരെ നിങ്ങൾ ഏതൊക്കെ പേരിട്ട് വിളിച്ചാലും ഇൻഷാ അല്ലാഹ് അന്ത്യസമയം വരെ സാമ്രാജ്യത്വത്തിനെതിരെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. അതിൻ്റെ പേരിൽ അതിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഈ രാജ്യത്ത് നീതിയും സ്വാതന്ത്ര്യവും ഇല്ലാതാക്കാൻ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ആരായിരുന്നാലും ശരി, അവരുടെ ഉറക്കങ്ങളെ കെടുത്തിക്കൊണ്ട് അവരുടെ അർദ്ധരാത്രികളിൽ പോലും ഉറങ്ങാൻ സാധിക്കാതെ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ കർമ്മഭടന്മാരുടെ ബൂട്ട്സ് അടികൾ ഓരോ രാത്രികളിലും അവരെ ഞെട്ടി വിറപ്പിക്കും. ഇൻഷാ അല്ലാഹ് ആ പോരാട്ടത്തോടൊപ്പം നമ്മളെല്ലാവരും അണിചേരുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കർണാടക സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് ഇല്യാസ് തുമ്പയെ ആശംസാ പ്രസംഗം നിർവഹിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. स्टेज में बैठे हुए मुअज़्ज़िज़ मेहमानों और इस प्रोग्राम में जमे हुए भाइयों बहनों, टाइम बहुत कम है, मुझे 5 मिनट टाइम दिया गया है और प्रोग्राम का आखिर वक्त हो चुका है. ज़्यादा बात करने के लिए कोशिश मैं नहीं करूँगा. आज के इस यादगार रैली और प्रोग्राम में हम लोगों को फिर से यहाँ के इंडिया का आज़ादी का लड़ाई का याद आ रहा है, क्योंकि आज का प्रोग्राम का स्लोगन है फ्रीडम इज आवर बर्थ राइट. ये फ्रीडम इंडिया देश में हमारे पास नहीं है. वो फ्रीडम वापस लेने के लिए हम लोग ऐसे प्रोग्राम करना पड़ रहा है. तो इसीलिए हम लोगों को ये मालूम होता है कि यहाँ आज़ादी का लड़ाई इंडिया के अंदर फिर से केरला में शुरू हुआ है. ये इंडिया के अंदर हर जगह में भी शुरू होना है. इस देश की आज़ादी के लिए जान माल और जिंदगी का कुर्बान दिए हुए इस कौम को और कुंजाली मरक्कार जैसे फ्रीडम फाइटर्स का एक केरला में मुसलमानों को और पिछड़े हुए तबकात को आज़ादी मनाने के लिए फ्रीडम नहीं है. और ऐसे इस मौके पर हमें फिर से फ्रीडम फाइटिंग शुरू होना बहुत ज़रूरत है. उस ज़माने में इंडिया में ब्रिटिश और पोर्चुगीज लोगों ने हमारा आज़ादी को छीन लिए थे, लेकिन आज इधर इंडिया में फिर से यहाँ के फैसिस्ट, कम्युनल और पूर्वाग्रह पीड़ित ताकतें फिर से हमारा आज़ादी को छीन ले रहा है. हम सब पॉपुलर फ्रंट के लोग हैं. इस जालिमों को हमारा आज़ादी छीन लेने के लिए मौका. എനിക്ക് ഈ മനുഷ്യനെ ഒന്ന് കാണണം, ഈ മഹാത്മാവിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. മഹാനായ ബാബാ സാഹിബ് ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ആ വീട്ടിൽ താമസിച്ചിരുന്ന അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ തന്നെ വരൂ, നിങ്ങൾക്ക് എന്താണ് ചോദിക്കാനുള്ളത് ഞാൻ പറയാം. ആ പത്രപ്രവർത്തകരോട് ചോദിച്ചു, ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത നേതാക്കന്മാരെല്ലാം ഇപ്പോൾ വളരെ സുഖമായി ഉറങ്ങുകയാണ്, അല്ലയോ താങ്കൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഉണർന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജനത ഇപ്പോഴും ഉറങ്ങിക്കിടക്കുകയാണ്, ഞാൻ കൂടി ഉറങ്ങിപ്പോയാൽ ഈ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഇവിടെ ലക്ഷക്കണക്കിന് ജീവൻ കൊടുത്ത ലക്ഷക്കണക്കിന് ദളിതരുടെയും പിന്നോക്കക്കാരുടെയും മുസ്ലിങ്ങളുടെയും ജീവൻ കൊടുത്ത് ഇവിടെ നേടിയെടുത്ത സ്വാതന്ത്ര്യം ഇതൊരു പക്ഷേ അവർക്ക് ലഭ്യമാവുകയില്ല. എത്രമാത്രം ദീർഘദർശിത്വത്തോടു കൂടിയാണ് മഹാനായ ബാബ അങ്ങനെ പറഞ്ഞത് എന്ന് നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അന്ന് പറഞ്ഞു, ഈ സമരത്തിൻ്റെ ഈ കൂട്ടായ്മയുടെ അർത്ഥം 6.5 പതിറ്റാണ്ട് മഹാനായ ബാബാ സാഹിബ് അംബേദ്കർ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ രാഷ്ട്രം ഇന്ത്യ മഹാരാജ്യം രാഷ്ട്രീയപരമായി മാത്രമാണ് ജനാധിപത്യത്തിലേക്ക് കടന്നു വരിക്കുന്നത്. സാമൂഹികമായ ജനാധിപത്യം നമുക്ക് ലഭിക്കണമെങ്കിൽ മറ്റൊരു സമരം കൂടി നമ്മൾ നയിക്കേണ്ടി വരും. ഈ രാജ്യത്ത് അധസ്ഥിത പിന്നോക്ക വിഭാഗക്കാർ സാമൂഹികമായ ജനാധിപത്യത്തിന് വേണ്ടി ഇനി ഇതുപോലുള്ള പടയൊരുക്കങ്ങൾ നടത്തണമെന്നാണ്, അതിൻ്റെ സൂചനകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പെരുമ്പാവൂർ സ്വദേശിയാണ്. ഞാൻ പെരുമ്പാവൂരിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നുണ്ടായി, കഴിഞ്ഞ ഫ്രീഡം പരേഡിൻ്റെ അന്ന് കേരളത്തിലെമ്പാടും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ
പരേഡുകൾ നിരോധിക്കപ്പെടുമ്പോൾ ആലുവായിൽ ആ RSSന്റെയും BJPയുടെയും സംഘപരിവാറിൻ്റെ പിന്തുണയോടുകൂടിയുണ്ട് കാക്കി നിക്കറും വെള്ള ഷർട്ടും കയ്യിൽ പലതരം ചരടുകളും കെട്ടിക്കൊണ്ട് ചന്ദന കുറികൾ അണിഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് പോലീസ് അകമ്പടിയോടുകൂടി ഞാൻ എറണാകുളത്തേക്ക് പോകുമ്പോൾ ആലുവായിലൂടെ ഒരു യാത്ര കടന്നു പോവുകയാണ്. അവിടെ അവരുടെ കയ്യിൽ ചില വടികളുണ്ടായിരുന്നു, ചില ആയുധങ്ങളുണ്ടായിരുന്നു. RSSകാർ അത്തരം ജനങ്ങളെ ഭീതിപ്പെടുത്തുന്ന രീതിയിൽ ഒരു യാത്ര നടത്തിയപ്പോൾ അതിവിടെ പോലീസ് അധികാരികൾ അറിഞ്ഞില്ല എന്നാണ് ഇവിടെ മുഖ്യപ്രഭാഷണം സൂചിപ്പിച്ചത്. ശരിയാണത്. അതൊത്തിരി ന്യായങ്ങളുണ്ടാവാം. സമാധാനപരമായി ഈ ജാഥ നടക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഇത്തരം പരിപാടി നടക്കുമ്പോൾ തന്നെ ചില പോലീസ് ഓഫീസർമാർ ഞാനുമായി STPയുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി എന്നെ വിളിച്ച് ചോദിക്കുന്നവരുണ്ട്. അവർക്കറിയേണ്ടത് മറ്റു പലതുമാണ്. അപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾ സത്യസന്ധമായി നിങ്ങളോട് പറയട്ടെ, കേരളത്തിൽ ഇന്ന് വരെ ഇത്ര സമാധാനപരമായി മറ്റൊരു സംഘടനയും ഇതുപോലെ ഇത്ര രീതിയിൽ അച്ചടക്കത്തോടുകൂടി ഒരു പരിപാടിയും നടത്തിയിട്ടില്ല. പിന്നെ ആർക്കാണ് ഇതിൽ താല്പര്യമെന്ന് അതാണ് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത്. അതിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുണ്ട്, ഒരു പട്ടവും കാറ്റിനൊപ്പമല്ല ഉയരുന്നത്, കാറ്റിനെതിരെയാണ് പട്ടങ്ങൾ പറന്നുയരുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ വകയുണ്ട്. ഈ കോഴിക്കോട് കടപ്പുറത്ത് നിന്ന്, അതുപോലെ തിരുവനന്തപുരത്ത് നിന്ന്, പെരുമ്പാവൂരിൽ നിന്ന്, അങ്ങനെ ഇന്ത്യയുടെ നാനാഭാഗത്ത് നിന്ന് ഇതുപോലുള്ള കൂട്ടായ്മകളുടെ മറ്റൊരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി, സ്വാതന്ത്ര്യം ജന്മാവകാശമാണെന്നത് നമുക്ക് അനുവദിച്ചില്ലെങ്കിൽ അത് പിടിച്ചു വാങ്ങുന്നതിന് വേണ്ടി എല്ലാവിധ തയ്യാറെടുപ്പുകളും. ഒരു അണിചേരലാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന് ഞാൻ കണ്ടത് ഇപ്പോഴല്ല, കഴിഞ്ഞ 30 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പോപ്പുലർ ഫ്രണ്ട്, STPI, NDF എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സംഘാടകത്വത്തിൻ്റെ ജനയിതാക്കളെ സംബന്ധിച്ചിട്ട് എനിക്ക് വളരെ നല്ല ഒരു ധാരണയുണ്ട്. നമ്മുടെ അബു സാഹിബ്, കോയ സാഹിബ്, അതിനുശേഷം നിങ്ങൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ജനറൽ സെക്രട്ടറി എളമലം നസ്രുദ്ദീൻ എളമലം, ഓർമ്മ കുറച്ച് കമ്മിയുണ്ട്. എന്തായാലും ഇവരൊക്കെ ആയിട്ടുള്ള ബന്ധം, നസ്രുദ്ദീൻ എളമലുമായിട്ടുള്ള ബന്ധം മാസത്തിൽ വളരെ അടുത്താണ്. നമ്മുടെ ഗ്രോ സമരം തൊട്ടിട്ടാണ്. മറ്റേത് അങ്ങനെയല്ല. 30 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പല വഴികളിൽ നിന്ന് ഇവിടെ എത്തി. ഞാൻ ജയിലിൽ നിന്നെത്തി, അവരുടേതായിട്ടുള്ള പ്രവർത്തന മേഖലകളിൽ നിന്ന് ഞങ്ങൾ ഇവിടെ ഒന്നിക്കുണ്ടായി. നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം, കുറേ പോരാട്ടങ്ങൾ ഞങ്ങൾ നടത്തി. അതിൽ മാസത്തിൽ കോർപ്പറേഷനെതിരായിട്ട് ഞങ്ങൾ നടത്തിയിരിക്കുന്ന സമരം ചൂതാട്ട വിരുദ്ധ സമരമായിരുന്നു. ചൂതാട്ട വിരുദ്ധ സമരം മാസത്തിൽ ചൂതാട്ടം നിർത്തിയതിന് ശേഷമാണ് ഞങ്ങൾ നിർത്തിയത്. അതിന് മാസത്തിൽ ചൂതാട്ട വിരുദ്ധത്തിന് ശേഷം ഞങ്ങൾ ക്യാബറ വിരുദ്ധ സമരം, അതും നിന്നു. പിന്നീട് കോഴിക്കോട് അത് കണ്ടിട്ടില്ല. ചൂതാട്ട വിരുദ്ധ സമരം വിജയിച്ചപ്പോഴും കോർപ്പറേഷൻകാർ പറഞ്ഞു, ഇനി ഞങ്ങൾ എക്സിബിഷൻ തന്നെ നടത്തുന്നില്ല. എക്സിബിഷന് ഞങ്ങളെതിരായിരുന്നില്ല, ചൂതാട്ടത്തിനെതിരായിരുന്നു. തളിക്കുളത്തിൽ കണ്ടെത്തിയ ശവം ചൂതാട്ടത്തിലൂടെ വാസത്തിൽ പരാജയപ്പെട്ട ഒരു മനുഷ്യൻ തളി കുളത്തിൽ ജീവൻ ത്യജിച്ചതായിരുന്നു. ഇങ്ങനെ വാസത്തിൽ നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം വന്നു തുടങ്ങി. ഇന്നിതാ ഞങ്ങൾ വാസത്തിൽ നിങ്ങൾക്കറിയാം, ഏറ്റവും മനുഷ്യത്വഹീനമായിട്ടുള്ള വഞ്ചനയിലൂടെ, ചതിയിലൂടെ കേരളത്തിലെ അറിയപ്പെടുന്ന രാഷ്ട്രീയ